സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മളെ മഞ്ചേരി മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കണ്ണിയം അബൂബക്കറിൻ്റെ ഒപ്പമാണ്. ഇപ്പോൾ നമ്മളെ മഞ്ചേരി ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മളെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ നിലവിലുള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്കൊരു ഒരു ഒരു മെഡിക്കൽ കോളേജൊക്കെ വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഇപ്പോൾ മുൻകൈ എടുത്ത് വരുന്നത്? അത് എല്ലാവർക്കും അറിയാം, സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റാണ് വരുന്നത് അത് ചെയ്യേണ്ടത്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ഇതുവരെ വന്നതൊക്കെ സംസ്ഥാന ഗവൺമെന്റ്, കൂടുതൽ UDF ഗവൺമെന്റ് ഒന്നുണ്ട്. പിണറായി ഗവൺമെന്റിന്റെ ആദ്യ ടൈമിൽ രണ്ടാം ടൈമിൽ ചെറിയ തരത്തിലുള്ള ഇപ്പോൾ റാമ്പ് വന്നതൊക്കെ ഈ ഗവൺമെന്റ് അതും വന്നിട്ടുണ്ട്. കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസുഖത്തിന് വേണ്ടപ്പെട്ട മരുന്ന് ചികിത്സ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് കുറവുണ്ട്, പരിഹരിക്കപ്പെടണം. തീർച്ചയായും അതിൽ ഗവൺമെന്റ് ഒരു പരിഗണന തരണം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജനങ്ങളെ ആശ്രയിക്കണ ഒരു മെഡിക്കൽ കോളേജാണ് മഞ്ചേരിയാണ്. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കും ഈ മഞ്ചേരിയുള്ള എല്ലാ ഭരണസമിതിക്കും അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ഭരണസമിതി ആരും ഇനിയിപ്പോൾ കേരള സർക്കാരാണെങ്കിൽ അവരോട് പറയാനോ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ഇതുവരെ? നിയമസഭയിലെ എൻ്റെ കയ്യിലുണ്ട്, അത് വേണമെങ്കിൽ കാണിക്കും. നിയമസഭയിൽ മുൻ മന്ത്രി ശൈലജ ടീച്ചർ, നിലവിലുള്ള മന്ത്രി വീണ ജോർജ്, ഇവരുമായി ഇപ്പോഴത്തെ MLA മുൻ MLA നിരന്തരമായി സബ്മിഷൻ ഉന്നയിച്ചത് നക്ഷത്ര മാർക്കിട്ട ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഉത്തരം, നഗരസഭ കൊടുത്ത പ്രമേയം, പാസ്സാക്കിയ കൗൺസിൽ, എല്ലാത്തിനും കുഴപ്പമില്ല. നിരന്തരം ചെയ്താണ്, നിരന്തര സമരങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഭരണസമിതി മഞ്ചേരി മുനിസിപ്പാലിറ്റി അതിന് വേണ്ടി മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് പാർട്ടി ചെയ്തിട്ടുണ്ട്, സ്ഥലം MLA ചെയ്തിട്ടുണ്ട്. നിരന്തരം ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പല ആരോഗ്യമന്ത്രിയും ഒരിക്കലും സന്ദർശിച്ച് പോയതുമാണ് ന്യൂനതകൾ പരിഹരിക്കുക. പക്ഷേ ഇപ്പോഴും സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല, അത് പരിഹരിക്കപ്പെടാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് നമ്മളെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നും കൂടി മുന്നോട്ട് വരുമെന്നും ഇതിന് തീർച്ചയായിട്ടും പൊതുജനങ്ങളൊപ്പം ഇവിടുത്തെ ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയക്കാരും നിൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് സത്യത്തിൽ മഞ്ചേരിക്കാരുള്ളത്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ. കാരണം മെഡിക്കൽ കോളേജ് എന്നുള്ള നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലുത്. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ തന്നാൽ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൊട്ട് ആരോഗ്യമന്ത്രി തൊട്ട് ഇവിടുത്തെ ഭരണസമിതി അടക്കം, മുനിസിപ്പാലിറ്റി ഭരണസമിതി അടക്കം ഇത് കണ്ടിട്ട് ഇതിന് പൊതുജനങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജ് ആകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അതേപോലെ നമ്മുടെ മഞ്ചേരി ടൗണിലെ ഈ ബ്ലോക്ക്, അതായത് പൊതുവെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ മഞ്ചേരി നഗരസഭ ഇതൊരു ഗൗരവമുള്ള ഒരു വിഷയം കണ്ട് ഈ പറഞ്ഞ പല പ്രയാസങ്ങളും നമ്മളടക്കം അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ആദ്യം ചെയ്തത്. ഫണ്ട് വളരെ പരിമിതമാണ് മുനിസിപ്പാലിറ്റിക്ക്. കാരണം ഗവൺമെന്റ് തരുന്ന ഫണ്ടും പിന്നെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയും വാടകയൊക്കെയാണ് നഗരസഭയുടെ ഒരു ആസ്തി എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോക്കറ്റ് റോഡുകൾക്ക് മുൻഗണന കൊടുത്ത് നഗരങ്ങളെ മെയിൻ റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡുകൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി. ഇപ്പൊ ഡോക്ടേഴ്സ് കോളനി റോഡ് ആർക്കും പോയി നോക്കിയാൽ ടൈൽസ് ഇട്ട് മനോഹരമാക്കി. അതുപോലെ തന്നെ പാണ്ടിക്കാട് റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് മറ്റേ മോശമായിരുന്നു, ആ റോഡ് മനോഹരമാക്കി. നമ്മുടെ ജയശ്രീ ഓഡിറ്റോറിയത്തിന്റെ മുന്നിലൂടെ പോകുന്ന റോഡ്, കോഴിക്കോട് റോഡിൽ നിന്ന് ബൈപ്പാസിലേക്ക്, രാജീവ് ഗാന്ധി ബൈപ്പാസിലേക്ക് പോകുന്ന റോഡ്, ഇങ്ങനെ കുറെ റോഡ്, ഇനിയും കുറെ റോഡുകൾ അങ്ങനെ ഉണ്ട് കുറവുകൾ. അപ്പൊ ആ റോഡുകളൊക്കെ ഘട്ടം ഘട്ടമായി നന്നാക്കി വരികയാണ്. കഴിയുന്ന അത്ര ഫണ്ട് വെച്ചിട്ട് വാർഡുകളിലൊക്കെ ഉള്ളത് നിലനിർത്തിക്കൊണ്ട് നഗരത്തിന് പ്രത്യേക ഒരു പാക്കേജ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നഗരസഭ. ഇനിയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ട. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പൊതുജനങ്ങൾക്കും നഗരസഭ നിൽക്കും. നമ്മളെ ഇപ്പോൾ പുതിയ സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്ക് പോലും പൈസ അല്ലെങ്കിൽ ഒരു കുട്ടിനെ കയ്യിൽ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഒരു കുട്ടിനെ കയ്യിലും പിടിച്ചിട്ട് സ്ത്രീകളൊക്കെ നടന്നു പോണ പല അവസ്ഥകളും കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളെ ഫുട്പാത്തിലെ കച്ചവടക്കാരുണ്ട്, ഒരുപാട് കച്ചവടക്കാർ. അവർക്കും അരി വാങ്ങണം, അവരെ നമ്മൾ കുറ്റപ്പെടുത്തില്ല. പക്ഷേ അങ്ങനെ ആ ഒരു ചെറുകിട കച്ചവടക്കാരെ ഇവിടെ മഞ്ചേരി തന്നെ ഒരു സ്ഥലം ഉണ്ടെന്നും അതിലേക്ക് മുനിസിപ്പാലിറ്റി മാറ്റണില്ല. അത് എന്താണ് കാരണം? അവർക്കൊരു നല്ലൊരു സ്ഥലം കൊടുത്തിട്ട് ഈ ഫുട്പാത്ത് ജനങ്ങൾക്ക് നടക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉരുത്തിരിവുണ്ടാക്കിക്കൂടെ? വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ വെച്ച് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയാറുണ്ട്, എന്ത് വ്യവസ്ഥിതി മാറിയിട്ടും കാര്യമില്ല, മനസ്ഥിതി മാറാതെ. ഈ പറഞ്ഞ ജനങ്ങളെ സഹായിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നായിട്ട് കൂട്ടം കെട്ടി വന്നിട്ട് നഗരസഭ നടത്തും. അവരെ ഒഴിപ്പിച്ചില്ലെങ്കിലോ വ്യാപാരി വ്യവസായം വരും. റോഡ് വീതി കൂടണം, വെച്ചാൽ എന്റെ സ്ഥലം പോകാൻ പാടില്ല, അതാ ജനങ്ങളെ മനോഭാവം. ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല, പക്ഷെ എന്റെ വണ്ടി പറഞ്ഞിടത്ത് വർക്ക് ചെയ്യില്ല. ഇപ്പൊ തെരുവ് കച്ചവടക്കാർക്ക് മാത്രം വേണ്ടിയ സ്ഥലം കണ്ടെത്താൻ നഗരസഭ തയ്യാറാണ്. ഞങ്ങൾ നേരത്തെ വരെ വിളിച്ചു കൂട്ടിയിരുന്നു, പക്ഷെ അവർക്ക് പോകില്ല. കാരണം കച്ചവടക്കാർ കൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഫുട്പാത്തിൽ ഇപ്പം കച്ചവടം ചെയ്യണം? പീടിയിൽ റൂം എടുക്കാതെ കസ്റ്റമർ തേടി അങ്ങോട്ട് പോകണം, മറ്റൊരു കസ്റ്റമർ അവരെ തേടി പോകണം. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് തെരുവ് കച്ചവടക്കാർ പോയാൽ ഓർക്ക് കച്ചവടം കിട്ടൂല, ആരും പോകില്ല. കാരണം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാം ലഭ്യമാണ്. ജനങ്ങൾ തയ്യാറായിട്ട്. എന്നിട്ട് തന്നെ മെഡിക്കൽ കോളേജിൽ
വളരെ ഞങ്ങളിതൊന്ന് രണ്ട് കണ്ണടച്ച് അവിടെ ഉള്ളവർ ഏൽപ്പിച്ചു. എന്നിട്ട് എന്ത് പ്രതിഷേധം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. രണ്ട് സൈഡിലും വണ്ടി ഇഷ്ടം പോലെ അനധികൃത കടകളും കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. പല ആളുകളും അങ്ങോട്ട് ശത്രുതയിലാണ്. പക്ഷെ അവിടെ പെട്ടെന്ന് ആംബുലൻസ് ഇതൊക്കെ വരുന്നുണ്ട് മാറ്റേണ്ടി വന്നു. ഉപജീവനം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ നിയമം ഒരു ഭാഗത്തുണ്ടാവും, ഒരു ഭാഗത്ത് ധാർമ്മികത മനുഷ്യത്തൊക്കെ നോക്കണം. അപ്പൊ സ്വാഭാവികം ജനങ്ങൾ സ്വയം ഇതൊക്കെ പാലിക്കാൻ തയ്യാറായെങ്കിൽ നമ്മളെ ഈ സംസ്ഥന്റെ പ്രശ്നം, ഈ സംസ്ഥന്റെ ഈ പ്രശ്നം ഈ സംസ്ഥ എന്ന് പറയുന്ന ഈ മതസംഘടന കുറേ കാലമായിട്ട് ചർച്ച വരവുണ്ട്. ആ ചർച്ച നല്ല രീതിക്ക് പിരിയലുണ്ട്. ബഹുമാനപ്പെട്ട നമ്മൾ തങ്ങളടക്കം ഇരുന്നിട്ട് ചർച്ച നല്ല. ഇപ്പോൾ കുറഞ്ഞ കാലങ്ങളായിട്ട് ഈ ചർച്ച വെക്കുക, അതിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മളെ മതം എന്നുള്ളതിൽ മാത്രമല്ല എല്ലാ മതക്കാരും ഇതെന്താ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഈ മതത്തിനെ കൊണ്ടുപോവുക. അതിൽ നമുക്ക് ആ ചർച്ചകളിൽ അവസാനിപ്പിക്കുന്ന ഒരു ചർച്ച സംഭവം നമ്മളെ ഈ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് അതിനെ പറ്റിയിട്ട് ആ ചർച്ച അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ ചർച്ച നിർത്തിയിട്ട് നമ്മളെ ഒന്ന് ഇത് മഞ്ചേരിയിലെ മാത്രം മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനതല വിഷയം. തീർച്ചയായിട്ടും സമസ്ത കേരള ജമിയത്തുലമയും മുസ്ലിം ലീഗും രണ്ട് പ്ലാറ്റ്ഫോമാണ്. ഒന്ന് മുസ്ലിങ്ങളിലെ പ്രബലമായ ഒരു വിഭാഗത്തിന്റെ ചില ആശയാദർശങ്ങളുമായിട്ട് പോകുന്ന ഒരു സംഘടന. മറ്റ് മുസ്ലിങ്ങളെ എല്ലാ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളല്ലാത്തവരും എല്ലാവരും ഉൾക്കൊള്ളുന്ന മതന്യൂനപക്ഷങ്ങളുടെയും മർദ്ദിതരെയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ഇത് രണ്ടും ഒരു സഹോദര സംഘടനകളെ പോലെയാണ് പോയിരുന്നത്. സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും ഉണ്ടാകും. അപ്പൊ എന്നെ പോലെയുള്ള അണികളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ അനാവശ്യമായ വിഷയത്തിൽ ഇടപെടാൻ പോകരുത്. അവർ അവരുടെ മേഖലയിൽ സമസ്തകാരട്ടെ, ലീഗാരെ ലീഗായി പ്രവർത്തിക്കട്ടെ, സമസ്തയിൽ ലീഗ് ഒരാൾ രണ്ടിലും പ്രവർത്തിക്കട്ടെ, സമസ്തയിൽ ലീഗ് അല്ലാത്തവരുണ്ട്, ലീഗിൽ സമസ്ത അല്ലാത്തവരുണ്ട്, അതിലങ്ങനെ പ്രവർത്തിക്കട്ടെ. ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. സുന്നി മുജാഹിദ് ജമാഅത്തും ലീഗും പിന്നെ മുസ്ലിങ്ങളല്ലാത്തവരും എല്ലാവരും പ്രവർത്തിക്കും. അതെ, സമസ്തയാകട്ടെ മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന. അപ്പൊ രണ്ടും അതിൻ്റെതായ രീതിയിൽ പോട്ടെ. അണികൾ അനാവശ്യമായ വിഷയത്തിൽ ഇടപെടുകയും പൊതുവേദികളിലും മറ്റുമൊക്കെ പരാമർശം നടത്തുമ്പോഴാണ് കുഴപ്പം. അത് നേതൃത്വം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് പക്വതയോടുകൂടി കൈകാര്യം, അണികൾ ഇതിൽ ഇടപെടാതിരിക്കുക, ആ വിഷയം നേതൃത്വത്തിന് വിടുക. നേതൃത്വം എത്രയും പെട്ടെന്ന് ഇതൊരു തീരുമാനം അണികളുടെ വികാരം കണക്കിലെടുത്ത് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ, ഇൻഷാ അല്ലാഹ്.